അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ മുഴങ്ങിക്കേട്ട ഒരു സുന്ദര ഗാനമാണിത്. ഇന്നും ക്രിസ്മസിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഈ സുന്ദര ഗാനം തന്നെയാണ്. അതുതന്നെയാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും. അസമാധാനത്തിൻ്റെ നിഴലിലാണ് ഇന്ന് ലോകം മുഴുവനും. എല്ലായിടങ്ങളിലും യുദ്ധത്തിൻ്റെയും കെടുതികളുടെയും പട്ടിണികളുടെയും പരിവർത്തനങ്ങളുടെയുമായ പ്രയാസങ്ങളുടെയും ചിത്രങ്ങളാണ് നാം കാണുന്നത്. അതിന് നടുവിൽ നാം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും തെളിഞ്ഞു വരുന്നത് നന്മയുടെ ചില ഭാവങ്ങളാണ്. ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നതും അതുതന്നെയാണ്. ഇന്നത്തെ ലോകത്തിൽ ലഹരിയുടെയും മറ്റു പല അധാർമിക ജീവിതത്തിൻ്റെയും അടിമപ്പെട്ട് കിടക്കുന്ന നമ്മുടെ യുവതലമുറയെ ദൈവികരാക്കി തീർക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് ധാർമ്മികതയുടെ മൂല്യച്യുതി നഷ്ടപ്പെട്ടു കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് നമ്മോട് പ്രതിവചിക്കുന്നതും അതുതന്നെയാണ്. ദൈവഭാവമുള്ളവരായി തീരുക, നല്ല മനസ്സുള്ളവരായി സ്വന്തം സമാധാനം കണ്ടെത്തുക, ലോകത്തിന് സമാധാനത്തെ അനുഭവേദ്യമാക്കി കൊടുക്കുക. അതിന് ഈ ക്രിസ്മസ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ಪ್ರಿಯರೇ, ನಿಮಗೆಲ್ಲರಿಗೂ ನನ್ನ ನಮಸ್ಕಾರಗಳು. ಕ್ರಿಸ್ಮಸ್ ಹಬ್ಬದ ಸಂದರ್ಭದಲ್ಲಿ ನಿಮಗೆಲ್ಲರಿಗೂ ಶುಭಾಶಯಗಳನ್ನು ಕೋರಲು ಭಾಳಷ್ಟು ಸಂತೋಷ ಪಡ್ತಾ ಇದ್ದೇನೆ. ಕ್ರಿಸ್ಮಸ್ ಹಬ್ಬ ಯೇಸು ಕ್ರಿಸ್ತರ ಜನನದ ಹಬ್ಬ. ಈ ಜನನದ ಹಬ್ಬವನ್ನು ನಾವು ಆಚರಿಸ್ತಾ ಇರುವಾಗ ಎಲ್ಲರಿಗೂ ಶಾಂತಿ ಸಿಗಲಿ ಎಂಬುದಾಗಿ ನಮ್ಮ ಪ್ರಾರ್ಥನೆ ಆಗಿದೆ. ಸುವಾರ್ತೆಯಲ್ಲಿ ನಾವು ಕೇಳುತ್ತೇವೆ, ಯೇಸು ಕ್ರಿಸ್ತರ ಜನನದ ಸಂದರ್ಭದಲ್ಲಿ ದೇವದೂತರು ಹಾಡಿದ ಗೀತೆಯ ಚುಟುಕು ನಿಮ್ಮ ಮುಂದೆ ಇಡಲು ಬಯಸುತ್ತೇನೆ. ಮಹೋನ್ನತದಲ್ಲಿ ದೇವರಿಗೆ ಮಹಿಮೆ, ಭೂಲೋಕದಲ್ಲಿ ಸುಮನಸ್ಕರಿಗೆ ಶಾಂತಿ. ಅಂದರೆ ಸ್ವರ್ಗದಲ್ಲಿರುವ ದೇವರಿಗೆ ಮಹಿಮೆಯಾಗಲಿ ಮತ್ತು ಭೂಲೋಕದಲ್ಲಿ ಇರುವಂಥ ಪ್ರತಿಯೊಬ್ಬರಿಗೂ, ಒಳ್ಳೆಯ ಮನಸ್ಸುಳ್ಳ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಶಾಂತಿ ಸಿಗಲಿ ಎಂಬುದಾಗಿ ಈ ಗಾಯನದ ಈ ಗೀತೆಯ ತಾತ್ಪರ್ಯವಾಗಿದೆ. ಕ್ರಿಸ್ಮಸ್ ಭರವಸೆ ನೀಡುವಂಥ ಹಬ್ಬ. ಕ್ರಿಸ್ಮಸ್ ಮುಖಾಂತರ ಎಲ್ಲರಿಗೂ ಆಶೀರ್ವಾದಗಳು ದೊರಕಲಿ ಎಂಬುದಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸುವಾಗ ಎಲ್ಲ ಕುಟುಂಬಗಳಲ್ಲೂ ಶಾಂತಿ ಸಮಾಧಾನ ನೆಲೆಗೊಳ್ಳಲಿ. ಪ್ರತ್ಯೇಕವಾಗಿ ಈ ಅನಿಶ್ಚಿತತೆಯ ಕಾಲದಲ್ಲಿ, ಭರವಸೆಯನ್ನು ಕಳೆದುಕೊಳ್ಳುವಂಥ ಕಾಲದಲ್ಲಿ ಭರವಸೆ ಸಿಗುವಂತಾಗಲಿ, ಎಲ್ಲರಿಗೂ ಒಳಿತಾಗಲಿ ಎಂಬುದಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸ್ತೇವೆ. ನಿಮಗೆಲ್ಲರಿಗೂ ಕ್ರಿಸ್ಮಸ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳು ಮತ್ತು ಹೊಸ ವರ್ಷದ ಶುಭಾಶಯಗಳು. പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വളരെ സന്തോഷം പകരുന്ന ഒരു ഉത്സവ പ്രതീതിയാണ് ഈ ക്രിസ്മസിനുള്ളത്. ഇതിൻ്റെ ഒരേ ഒരു കാരണമെന്ന് പറഞ്ഞാൽ, ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും നമ്മെ അത്ര അധികമായി സ്നേഹിക്കുകയും ചെയ്തു. ഈശോ പുൽക്കൂട്ടിലാണ് ജനിച്ചെന്ന് നമ്മൾക്കറിയാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അളക്കുവാൻ ഈ ക്രിസ്മസ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ എളിമയും മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് തന്ന വലിയൊരു അവസ്ഥയാണ് ഈ ക്രിസ്തുവിൻ്റെ ജനനം. ഈ ഒരു ഉത്സവത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ആഴവും സ്നേഹവും അവൻ്റെ കരുണയും അനുഭവിച്ചറിയുവാൻ നമ്മെ ഈ ക്രിസ്മസ് സഹായിക്കുകയും ചെയ്യട്ടെ.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.